വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, വീണ്ടും ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഇപ്രകാരം ഒന്നിച്ചു കൂടുവാൻ, തിരുവചനം ശ്രവിക്കുവാൻ ദൈവം നൽകിയ ആ വലിയ അനുഗ്രഹത്തിനായി ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വലിയൊരു ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നൽകി ഉന്നത ആത്മീയ നിലവാരത്തിൽ യാത്ര ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആയതിനാൽ ദൈവമക്കൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഹൃദയങ്ങൾ തുറന്ന് പ്രാർത്ഥനാ മനോഭാവത്തിൽ, ദൈവമേ നീ ഇന്ന് എന്നോട് സംസാരിക്കണമേ, എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, സ്വീകരിക്കേണ്ട ദൈവവചനങ്ങളും ദൈവിക കാര്യങ്ങളും നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നുള്ള അവാച്യമായ ദാഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാ മക്കളും ആയിരിക്കുന്നിടത്തിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. എല്ലാ സ്തുതികൾക്കും യോഗ്യനായ കർത്താവ്, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. യേശുവേ നീ മാത്രമാണ് കർത്താവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. കർത്താവേ നീ മാത്രമാണ്, നീ മാത്രമാണ്. സകല സ്തുതികൾക്കും സകല പുകഴ്ചയ്ക്കും സകല ആരാധനകൾക്കും
യോഗ്യനായ കർത്താവേ, നീ മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. നിന്റെ അഭിഷേകം കൃപകളും ഞങ്ങളുടെ മേൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ, വചനം അനുസരിക്കാനുള്ള വലിയ അഭിഷേകം, വലിയ കൃപ കർത്താവേ മക്കൾക്ക് കൊടുക്കണമേ, കൊടുക്കണമേ, കൊടുക്കണമേ. താഴ്മ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി. കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം തല ഉയർത്തി നോക്കുക എന്നുള്ളതാണ്. നാം തലകൾ ഉയർത്തി നോക്കേണ്ട ആവശ്യകത എന്താണ്? എങ്ങോട്ടാണ് തല ഉയർത്തി നോക്കുന്നത്? തല ഉയർത്തി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ധ്യാനിക്കുന്ന വിഷയം. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ അതിമനോഹരമായ ഒരു സംഭവമുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അബ്രഹാത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമും ലോത്തും ഒന്നിച്ച് ഇറങ്ങി പുറപ്പെട്ടവരാ. നാളുകൾ ചിലത് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ലോത്ത് തനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സ്ഥലമെന്ന് അവൻ്റെ കണ്ണുകൊണ്ട് അവൻ കണ്ട് മനസ്സിലാക്കി നല്ല സ്ഥലം തെരഞ്ഞെടുത്ത് ഈ അബ്രഹാത്തിൽ നിന്ന് അവൻ വേർപെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് സോദോം ഗോമോറ എന്ന് പറയുന്ന സ്ഥലം. വളരെ ജലപുഷ്ടിയുള്ള സ്ഥലമാണെന്ന് അവൻ കണ്ടു. അവിടെ പോയാൽ നല്ല ആദായമാണെന്നും കണ്ടു. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ നല്ലതെന്ന് തോന്നി അവൻ തെരഞ്ഞെടുത്തു സ്ഥലം. ആദ്യം തെരഞ്ഞെടുത്ത് അവൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. നല്ല സ്ഥലമെല്ലാം സഹോദരപുത്രനായ ലോത്ത് വെട്ടിപ്പിടിച്ച് അവൻ അങ്ങോട്ട് പോയപ്പോൾ അബ്രഹാത്തിന് തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കൃഷി ഇറക്കാൻ പറ്റാത്ത മൊട്ട കുന്നുകൾ പോലുള്ള ഫലരഹിതമായ ഒരു സ്ഥലമാണ് ശേഷിച്ച് തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പക്ഷേ സഹോദരപുത്രൻ തന്നിൽ നിന്ന് വേർപെട്ട് പോയി തൻ്റെ മുമ്പിൽ തരിശായ ഈ ഭൂമിയുടെ മുൻപിൽ ഈ അബ്രഹാം തല കുമ്പിട്ട് ഇങ്ങനെ ഒരു പക്ഷേ നിരാശയിൽ ഇങ്ങനെ കഴിയുന്ന ഈ അവസരത്തിലാണ് ദൈവം അബ്രഹാത്തിന് ഇതാ പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ദൈവം അബ്രഹാത്തോട് ഇങ്ങനെ സംസാരിക്കുക. എന്താണ് തിരുവചനം പറയുന്നത്? കർത്താവ് അബ്രഹാത്തോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന ദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കുമായി ഞാൻ നൽകും. ഹല്ലേലൂയ. അബ്രഹാത്തോട് ദൈവം പറയുക, നീ തല ഉയർത്തി നോക്കുക. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നീ നോക്കുക. നീ കാണുന്ന ദേശമെല്ലാം നിനക്ക് ഞാൻ നൽകും.
അപ്പോൾ നിരാശപ്പെട്ട് സഹോദരപുത്രൻ തന്നിൽ നിന്ന് വേർപെട്ടു പോയുള്ള ആ ദുഃഖത്തിൽ മാത്രമല്ല, തൻ്റെ മുമ്പിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാത്തോട് ഒരു കാര്യം പറയുക, നീ തല ഉയർത്തുക എന്ന്. തല ഉയർത്തുക. നീ നിരാശപ്പെട്ടിരിക്കേണ്ടവനല്ല, നീ കീഴോട്ട് നോക്കിയിരിക്കേണ്ടവനല്ല, പ്രത്യാശയില്ലാത്തവരെ പോലെ കഴിയേണ്ടവനല്ല, നഷ്ടബോധം ഓർത്തുകൊണ്ട് നീ മോങ്ങിക്കരയേണ്ടവനല്ല. അബ്രഹാമേ, നീ തല ഉയർത്തുക. നീ തല ഉയർത്തി നോക്കിക്കേ. കിഴക്കോട്ട് നോക്ക്, പടിഞ്ഞാട്ട് നോക്ക്, തെക്കോട്ടും വടക്കോട്ടും നോക്ക്. നീ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ അവകാശമായി നൽകും. പ്രിയമുള്ളവരെ, തല ഉയർത്തി നോക്കുമ്പോഴാണ് തല ഉയർത്താതെ നോക്കുന്നതിനേക്കാൾ ദീർഘ ദൂരത്തിൽ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ തല ഉയർത്തുക. ഒരു ആത്മീയ കാഴ്ചപ്പാടോടെ വേണം ഇതെല്ലാം നമുക്ക് കാണാൻ. അബ്രഹാം ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് തല ഉയർത്തി നോക്കിയപ്പോൾ ദൂരെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും സ്ഥലങ്ങൾ വളരെ വിദൂരതയിൽ അവന് കാണാൻ പറ്റി. പ്രിയമുള്ളവരെ, തല കുനിച്ച് നോക്കുന്നതിനേക്കാൾ തല ഉയർത്തി നോക്കുമ്പോഴാണ് കൂടുതൽ ദീർഘദൃഷ്ടിയിൽ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ തല ഉയർത്തി നോക്കുന്നവരായി മാറണം. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, എന്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തെ പോലും നമ്മൾ ദീർഘവീക്ഷണത്തോടെ, വലിയൊരു ലക്ഷ്യത്തോടെ, വലിയൊരു ഉദ്ദേശത്തോടെ തല ഉയർത്തി നമ്മൾ നോക്കാറില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, തല ഉയർത്തി നോക്കുക. തല ഉയർത്തുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അബ്രഹാത്തോട് പറയുക, നീ കാണുന്ന ദേശമെല്ലാം. അപ്പം നോക്കുക, കാണുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കുന്നവർക്ക് കാണാൻ പറ്റൂ, നോക്കാത്തവർക്ക് കാണാൻ പറ്റുകയില്ല. പ്രിയമുള്ളവരെ, സ്വർഗീയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് കാണണമോ? ആത്മീയ ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമോ? വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിങ്ങൾക്ക് കാണണമോ? ആത്മീയ മേഖലയെക്കുറിച്ച്, ആത്മമണ്ഡലത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ദീർഘവീക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകണമോ? നിങ്ങൾ തല ഉയർത്തി നോക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ തല ഉയർത്തി നമ്മൾ നോക്കണം. ഉയർന്ന ദർശനം നമുക്കുണ്ടാകണം. വലിയ ദർശനം ഉള്ളവരായി നമ്മൾ മാറണം. അബ്രഹാം തല ഉയർത്തി നോക്കി, അവൻ കണ്ടു, ദേശം മുഴുവൻ അവൻ കണ്ടു. വീണ്ടും അബ്രഹാത്തോട് ദൈവം പറയുക, നീ നടക്കുക. നീ ഈ കണ്ട ഈ ദേശത്തിന് ചുറ്റും, കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും ഈ സ്ഥലത്തിന് ചുറ്റും നെടുകയും കുറുകയും നടക്കുക. നെടുകയും കുറുകയും നടക്കുക. അപ്പോൾ അത് നിൻ്റേതായി മാറും. ഹല്ലേലൂയ. എന്താണ് ഇതിനകത്തെ ആത്മീയ മർമ്മം? ദൈവം നമുക്ക് ദർശനം നൽകുക. നമ്മളൊരു ദർശനം കണ്ടിരിക്കുക. ആ ദർശനം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവം എനിക്ക് നൽകിയ, ഞാൻ കണ്ട ആത്മീയ ദർശനം എൻ്റെ കുടുംബത്തെക്കുറിച്ചായിരിക്കാം, എൻ്റെ ഭാവിയെക്കുറിച്ചായിരിക്കാം, എൻ്റെ ബിസിനസ്സിനെ കുറിച്ചായിരിക്കാം, എൻ്റെ ആത്മീയ മണ്ഡലത്തെക്കുറിച്ചായിരിക്കാം, പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചായിരിക്കാം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചായിരിക്കാം, ആയിക്കോട്ടെ എന്തും. ഇതിനെക്കുറിച്ചുള്ള ആ ദർശനം, ആ കാഴ്ചപ്പാട് ഞാൻ സ്വീകരിച്ച് ഏറ്റെടുത്തിട്ട് ആ കാഴ്ചപ്പാടിൽ നമ്മൾ അനുദിനം നടക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ഈ ആത്മീയ ദർശനം പ്രാപിച്ചുകൊണ്ട് വേണം, ആത്മീയ ദർശനം ഉള്ളിൽ പ്രാപിച്ച് സ്വായത്തമാക്കി അത് കണ്ടുകൊണ്ട് വേണം പ്രിയമുള്ളവരെ എന്നും എപ്പോഴും നമ്മൾ നടക്കാൻ. അബ്രാഹത്തോട് പറയുക, നീ കണ്ടതിൻ്റെ മേളിലൂടെ നടക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ആത്മാവിൽ വളരുന്നത് കാണണം, വിശുദ്ധിയിൽ വളരുന്നത് ഭാവനയിൽ കാണണം. വചനം പഠിക്കുന്നതും വചനത്തിൽ വളരുന്നതും നിങ്ങൾ വിശ്വാസത്താൽ കാണണം. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണണം, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയുന്നത് കാണണം, സമയത്ത് തന്നെ കുടുംബ പ്രാർത്ഥന നടത്തുന്നത് കാണണം, കുടുംബമായി എല്ലാവരും പള്ളിയിൽ പോകുന്നത് കാണണം, മക്കളെല്ലാം ബൈബിൾ വായിക്കുന്നത് കാണണം, മക്കൾ നന്നായിട്ട് പഠിച്ചുയരുന്നത് കാണണം, വിശുദ്ധ ജീവിതം നയിക്കുന്നത് കാണണം. നിങ്ങളും നിങ്ങളുടെ കുടുംബവും തലമുറകളും നിങ്ങളുടെ ദേശത്തിന് സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീർന്നത് നിങ്ങളൊന്ന് ദർശനത്തിൽ കണ്ടേ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടേ. ആ കണ്ട ആ ചിത്രത്തിൽ വിശ്വസിച്ച്, ആ കണ്ട ദർശനത്തിൽ, ആ ദർശനം ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ നടക്കാൻ. എപ്പോഴും നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ, എഴുന്നേൽക്കുമ്പോഴെല്ലാം പ്രിയമുള്ളവരെ, ഈ ദർശനം വെച്ചുകൊണ്ട് കണ്ട ആ കാഴ്ചപ്പാടിൽ നിങ്ങൾ നടക്കുക. അപ്പോൾ അത് നിങ്ങളുടേതായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ തല ഉയർത്തി കാണണം, തല ഉയർത്തി നോക്കണം. വലിയൊരു ദർശനം മക്കളെക്കുറിച്ച് ഉണ്ടാകണം. പഠിച്ച് റാങ്ക് കിട്ടണം എന്നുള്ള സ്വപ്നം നിങ്ങൾക്കുണ്ട്. അത് ഭൗതികമാണ്. അതൊരു വശേ അല്പം ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്ത് അവർ വിശുദ്ധരായി മാറണം. ദേശത്തിന്, ഇടവയ്ക്ക്, സമൂഹത്തിന്, സമുദായത്തിന് അവരൊരു അനുഗ്രഹമായി മാറണം. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. എല്ലായിടത്തും യേശുവിനെ വെളിപ്പെടുത്തുന്ന ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി നിങ്ങളുടെ മക്കൾ മാറുന്നു. തലമുറകൾക്ക് കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി മാറുന്നു. നിന്റെ കുടുംബം അനുഗ്രഹപ്പെടുന്നമായി മാറുന്നു. ഇത് നിങ്ങൾ കാണണം. എന്നിട്ട് ആ കാണുന്ന ആ ചിത്രത്തിൽ, ആ വിശ്വാസത്താൽ, ആ ദർശനത്തിൽ നീ നടക്കണം. അതുപോലെ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, തല ഉയർത്തി നമ്മൾ നോക്കണം, നോക്കുക. അപ്പോൾ കാണാൻ പറ്റും. ആ കാണുന്നത് പോലെ നമുക്ക് സംഭവിക്കും. നോക്കുക, കാണുക, അതുപോലെ സംഭവിക്കും. പ്രിയമുള്ളവരെ, കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുക, നിങ്ങൾ ക്രിസ്തു വസിക്കുന്ന, ദൈവത്തിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, ഉന്നതമായവയെ പറ്റി ചിന്തിക്കുവിൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലാവരുടെയും ചിന്തകൾ, കാഴ്ചപ്പാട്, ഈ ആട് എപ്പോഴും താഴോട്ട് നോക്കി 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 നടന്ന ആഹാരം കഴിക്കുന്നത്. അതിന് തല ഉയർത്തി നോക്കാറേ ഇല്ല, പ്രത്യേകിച്ച് ചെമ്മരി ആടുകൾ. ഇതുപോലെയാ മനുഷ്യൻ്റെ ചിന്തകളും കാഴ്ചപ്പാടും നോട്ടവും സംസാരവും എല്ലാം ഈ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുക. ഇന്ന് ലോകം 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 ലോകം, പണം 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 പണം, കാശ് 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 കാശ്, ജോലി 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 പോലെ. എങ്ങനെ ഈ ലോകത്തിൽ സമൃദ്ധിയിൽ, സമ്പത്തിൽ വളരാൻ പറ്റും, സമൃദ്ധി ഉണ്ടാക്കാൻ പറ്റും? ഈ ലോകത്തിലുള്ള ഉയർച്ചയും വളർച്ചയെക്കുറിച്ചുള്ള ചിന്തയും വാക്കുകളും സംസാരവും കാഴ്ചപ്പാടും മാത്രമല്ലേ നമുക്കുള്ളൂ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രാവിലെ എഴുന്നേറ്റാൽ സന്ധ്യ വരെ നിങ്ങളുടെ ഓട്ടവും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ ജോലി ചെയ്യുന്നതൊക്കെ എന്തിനാ? കാശിന്, കാശ് കാശ്. പൗലോസ് പറയുക, ലോകത്തിലുള്ള വസ്തുക്കളെ കുറിച്ചല്ല, ഭൂമിയിലുള്ള വസ്തുക്കളെ കുറിച്ചല്ല, പിന്നെയോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന
ഉന്നതത്തിലുള്ളവയെ പറ്റി നിങ്ങൾ ചിന്തിക്കുവേൻ. പ്രിയമുള്ള ദൈവ പൈതലേ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ സ്വർഗത്തിൽ നിന്നിങ്ങോട്ട് വന്നവരാ. നമ്മൾ ഇനി മരിച്ചതിന് ശേഷം അങ്ങോട്ട് നമ്മൾ പോകാൻ വിളിയുള്ളവരാ. നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ. ഉന്നതത്തിലുള്ളവയെപ്പറ്റി പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം, ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കണം, വരദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണം, വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ തല ഉയർത്തി നോക്കണം. നമ്മുടെ ചിന്തകള്, നമ്മുടെ കാഴ്ചപ്പാടുകള്, നമ്മുടെ നോട്ടങ്ങള് എപ്പോഴും ചെറുതാകരുത്, താഴോട്ടാകരുത്, ലോകപ്രകാരമാകരുത്, ഭൗതികമാകരുത്, ജഡീകമാകരുത്, സാമ്പത്തികമാകരുത്. പിന്നെയോ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളതായിരിക്കണം, പരിശുദ്ധമായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തികളെല്ലാം. അപ്പോൾ അതുപോലെ നോക്കുക, അപ്പോൾ നിനക്ക് കാണാൻ പറ്റും. എന്നിട്ട് ആ കാഴ്ചപ്പാടിൽ നടക്കുക, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ വലിയൊരു ദർശനം, ഈ വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കാനും ഈ കാഴ്ചപ്പാടിലുള്ള ഒരു ജീവിതം നയിക്കാനും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മക്കളും കണ്ണുകളെ അടച്ചുകൊണ്ട് നമ്മളെ തന്നെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ വിശുദ്ധീകരിക്കണമേ. ഓ, ഉന്നതത്തിലുള്ളവയെ കാണാൻ തക്ക വിധം, തല ഉയർത്തി നോക്കാൻ തക്ക വിധം, സ്വർഗത്തെ പറ്റി ചിന്തിക്കാൻ തക്ക വിധം ഉന്നതമായ ഒരു ദർശനം നൽകണമേ. ഞങ്ങൾ എപ്പോഴും താഴേക്കാ നോക്കുന്നത്, ചെമ്മരിയാടുകൾ താഴോട്ട് നോക്കുന്ന പോലെ താഴോട്ട് നോക്കി ലോകപ്രകാരം ഭൗതികമായിട്ടുള്ളതിനെ മാത്രം അന്വേഷിച്ച് ഞങ്ങൾ തേടി നടക്കുന്നു. ഞങ്ങളുടെ ചിന്തകൾ മുഴുവൻ അവിടെയാണ് കർത്താവേ. ഓ, നീ അബ്രഹാത്തോട് പറഞ്ഞല്ലോ, നീ തല ഉയർത്തി നോക്കാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ തല ഉയർത്തി ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാൻ, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഓ ഞങ്ങൾക്ക് കൃപ തരണമേ. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, യേശു വസിക്കുന്ന ഉന്നതയെ പറ്റി ചിന്തിക്കുന്നവരായി ഓ മാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉന്നതത്തിലുള്ള കാഴ്ചപ്പാടുകൾ നൽകണമേ, ഉന്നതമായ ചിന്തകള്, ഉന്നതമായ കാഴ്ചപ്പാടുകള്, പരിശുദ്ധാത്മാവിന്റെ കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, വരണമേ. ഓ, വലിയ ദർശനങ്ങൾ നൽകണമേ, അഭിഷേകത്താൻ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും ചേർന്ന് പ്രാർത്ഥിക്കാം മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, 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 വിശ്വാസത്താൽ എൻ മുൻപിൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ കാണാത്ത കാര്യങ്ങൾ നിനക്ക് കാണിച്ചു തരുന്ന, നിനക്ക് വെളിപ്പെടുത്തി തരുന്ന കർത്താവാ. ഉന്നതത്തിലുള്ളത് കാണുവാൻ, ഓ ഉന്നതത്തിലുള്ളത് കാണുവാൻ, സ്വർഗീയമായത് കാണുവാൻ ഓ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഉന്നത ദർശനങ്ങൾ നൽകണമേ.
രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം ഇവരുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവിടെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ ആത്മീയ മേഖലയുടെ മേലും എല്ലാ ഭൗതിക മേഖലയുടെ മേലും ഉന്നതത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ഭൗതികമായ ചിന്തകള്, കാഴ്ചപ്പാടുകളെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡികമായ ചിന്തകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിലുള്ള ആത്മീയ ദർശനങ്ങള്, ആത്മീയ വെളിപ്പാടുകള്, സ്വർഗീയ കാഴ്ചപ്പാടുകള് ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നീ ഇവരെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. നീ ഇവർ കൊടുത്ത സ്വർഗീയമായ കാഴ്ചപ്പാടുകളെ ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗാഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ